എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെയുള്ള ഒരു പാലത്തിൻ്റെ ഫില്ലറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കരുവാറ്റ ജലോത്സവം നടക്കുന്നതിൻ്റെ പവലിയനുള്ളത്. അപ്പോൾ ഇപ്പം ഇത് ശാന്തമായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്, ഇവിടെ ആരുമില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു വള്ളത്തിൻ്റെ ട്രയലിൻ്റെ ക്യാമ്പാണെന്ന് തോന്നുന്നു. ഒരു വള്ളം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ എടുത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കരുവാറ്റ ജലോത്സവം നടക്കുന്ന യഥാർത്ഥമായ സ്ഥലം ഇതാണ്. അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലാണ് ആ വള്ളം കിടക്കുന്നത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം എൻ്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഈ സ്ഥലം അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു വള്ളത്തിൻ്റെ ഇതാണ് അതിൻ്റെ പവലിയനാണ്. കരുവാറ്റ ജലോത്സവത്തിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ്. അതിന് അല്പം മാറി ഈ ലീഡിംഗ് ചാനലിൽ തന്നെ കുറുകെയുള്ള റെയിൽവേ പാലമാണിത്. തീരദേശ റെയിൽവേ പാളമാണ് ഈ കാണുന്നത്. പക്ഷെ ഇത് നിൽക്കുന്ന തീരദേശത്തു നിന്നല്ല, ഒരുപാട് മാറിയാണ്. പക്ഷെ തീരദേശ റെയിൽവേ പാളമാണിത്. അപ്പോൾ നമ്മുടെ ലീഡിംഗ് ചാനലിൻ്റെ കുറുകെയുള്ള 5ാമത്തെ 6ാമത്തെ പാലമാണ് ഇപ്പം നമ്മൾ വന്ന വഴിയിൽ കണ്ടത്. നല്ല കൂടുതലാണ്. ഇപ്പം ഞങ്ങൾ പൊക്കോട്ടിരിക്കുന്നത് കൊപ്പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ വെള്ളം പൊക്കോട്ടിരിക്കുന്നത്. വെള്ളത്തിന് നിറമൊക്കെ ഉണ്ട്, നല്ല ചെങ്കല്ലിൻ്റെ നിറവാണ്, കാറ്റും വെള്ളമാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ എത്രയ്ക്കാലും വെള്ളപ്പൊക്കം കഴിയുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് സ്ഥലം. അതായത് ഈ കൊപ്പാറക്കടവ് കരുവാറ്റ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വെള്ളം പൊങ്ങിയാലും ചെറിയും വെള്ളമായിട്ട് ഇതുപോലെ അതായത് തെങ്ങും തോപ്പൊക്കെ നിൽക്കുന്നുണ്ടോ. ഒരു കുഞ്ഞൊരു വീട്, ആ വീട് വെള്ളത്തിൻ്റെ പറ്റ ഇങ്ങനെ നിൽക്കുക. നോക്കിയേ, എന്താ അല്പം കൂടെ വെള്ളം പൊങ്ങിയാൽ അവരുടെ വീട്ടിൽ വെള്ളം കയറും. ഇപ്പം തന്നെ വെള്ളം കൂടുതലാണ് അവിടെ. ഇതാണ് കൊപ്പാറക്കടവ് പോലെ. അപ്പം എൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. അതിപ്പോൾ എടുക്കാൻ വേണ്ടി ഇവിടം വരെ വന്നു. അപ്പം ഞാൻ കണ്ട അത്രയും കാഴ്ചകൾ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇതാണ് കൊപ്പാറക്കടവ് പോലെ. നല്ല ഒഴുക്കാണ്, വള്ളം കൺട്രോൾ വിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. വള്ളത്തിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം പോലെ കാണിക്കും. ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പോവാണ്. തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. അപ്പോൾ ഒരു JCB ഒരു ജങ്കാറെ കയറ്റി അക്കരെ ഇറക്കുവാണ്. അത് കൊട്ടാരമുള്ള ഭാഗമാണ്. അവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം സന്ധ്യയാകാറായി. ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ജങ്കാറെ കയറ്റി അത് കരക്കിറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സന്ധ്യയാകുന്നപ്പോൾ ഏതോ മറ്റൊരു വള്ളത്തിൻ്റെ ട്രയൽ അവിടെ നടക്കുകയാണ്. ശരി.